ഹലോ, ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് സെപ്റ്റംബർ മാസത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലെ കാര്യങ്ങളാണ് കേട്ടോ. അതായത് സെപ്റ്റംബർ 14 തൊട്ടിട്ട് സെപ്റ്റംബർ 20 വരെയുള്ള കാര്യങ്ങളാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാർത്തകളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ചാനലിന്റെ പേര് നിങ്ങൾക്ക് അറിയാലോ, ലേണു ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. വൈ ഡു ഐ ആസ്ക് യു ടു സബ്സ്ക്രൈബ്? എന്തുകൊണ്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വീക്ക് കഴിഞ്ഞാൽ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യാറുണ്ട്. ഒരു മാസം കഴിഞ്ഞാൽ മന്ത്ലി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യാറുണ്ട്. ഒരു വർഷം കഴിഞ്ഞാൽ നമ്മൾ ഇയർലി കറണ്ട് അഫയേഴ്സ് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്, അപ്ഡേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോ ആദ്യത്തെ ചോദ്യം ഒരു വലിയ ചോദ്യം തന്നെയാണ് അല്ലെ. ദ യൂണിയൻ ക്യാബിനറ്റ് ചെയർഡ് ബൈ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അപ്രൂവ്ഡ് 4 more semiconductor projects under ISM. ISM എന്ന് പറഞ്ഞാൽ എന്താണ്? ISM എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ ആണ് കേട്ടോ ISM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വേർ ഈസ് വൺ ഓഫ് ദ യൂണിറ്റ്സ് ഓഫ് CDIL ബീങ് സെറ്റപ്പ്? CDIL എന്ന് പറഞ്ഞാൽ എന്താണ് CDIL? അതായത് കോണ്ടിനെന്റൽ ഡിവൈസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഈ കോണ്ടിനെന്റൽ ഡിവൈസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് CDIL കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യം എന്താണ്? അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം ഇന്ത്യ സെമി കണ്ടക്ടർ മിഷന്റെ കീഴിൽ 4 സെമി കണ്ടക്ടർ പദ്ധതികൾക്ക് കൂടി അംഗീകാരം നൽകിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 4 സെമി കണ്ടക്ടർ പദ്ധതികൾക്കാണ് അംഗീകാരം നൽകിയിട്ടുള്ളത്. അതിൽ ഒരു യൂണിറ്റ് ആയിട്ടുള്ള CDIL അഥവാ കോണ്ടിനെന്റൽ ഡിവൈസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എവിടെയാണ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ്, എവിടെയാണ് സ്ഥാപിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഏതാണ് റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഈസ് പഞ്ചാബ്. സോ ദ യൂണിയൻ ക്യാബിനറ്റ് ചെയർഡ് ബൈ പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദി approved 4 more semiconductor projects under ISM. Where is one of the unit CDIL being set up? The right answer is Punjab. ഓക്കെ, അപ്പൊ പഞ്ചാബിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ്? തലസ്ഥാനം ഏതാണ്? ചണ്ഡീഗഡ് ആണ് അല്ലെ. രൂപീകൃതമായത് 1956 നവംബർ 1-നാണ്. അവിടുത്തെ പ്രധാന ഭാഷ എന്ന് പറയുന്നത് പഞ്ചാബിയാണ്. അവിടെ ആഘോഷങ്ങളുണ്ട്. പ്രധാന ആഘോഷം ലോഹ്രി എന്നാണ് അറിയപ്പെടുന്നത്. പ്രധാന നൃത്ത രൂപങ്ങൾ ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഗ്ര, അതുപോലെ തന്നെ ഗിഡ എന്നുള്ള പേരുകളിലൊക്കെ നൃത്ത രൂപങ്ങൾ അവിടെ ഉണ്ട്. പ്രധാന നദികളുണ്ട്. ബിയാസ്, സത്ലജ്, രവി, ചിനാബ്, ജലം തുടങ്ങിയിട്ടുള്ള പ്രധാന നദികൾ പഞ്ചാബിലാണ്. ഈ പഞ്ചാബി ഭാഷയുടെ ലിപി എന്ന് പറയുന്നത് ഗുരുമുഖി ലിപിയാണ്. ഈ 5 നദികളുടെ നാട് എന്നുള്ളതാണ് പഞ്ചാബ്. പഞ്ചാബ് എന്ന് പറയുമ്പോൾ പാഞ്ച് അല്ലെ, 5 നദികളുടെ നാട് അഥവാ പഞ്ചനദികളുടെ നാട് എന്നറിയപ്പെടുന്നതാണ് പഞ്ചാബ് എന്ന് പറയുന്നത്. അതായത് പിന്നെ പ്രത്യേകതകൾ എന്തൊക്കെയാ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം അത് പഞ്ചാബാണ് കേട്ടോ. പിന്നെ ചെറുകിട വ്യവസായങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് പഞ്ചാബാണ്. ഇന്ത്യയുടെ ധാന്യ കലവറ എന്നറിയപ്പെടുന്നത് പഞ്ചാബാണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച സംസ്ഥാനം എന്ന് പറയുന്നത് പഞ്ചാബാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ പഞ്ചാബിനുണ്ട്. ഹരിത വിപ്ലവം കൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടായ സംസ്ഥാനവും അത് പഞ്ചാബ് തന്നെയാണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച സംസ്ഥാനം തന്നെയാണ്, അവിടെ തന്നെയാണ് ഏറ്റവും കൂടുതൽ നേട്ടവും ഉണ്ടായത് കേട്ടോ. പ്രതി ഹെക്ടറിൽ ഏറ്റവും അധികം ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം അത് പഞ്ചാബ് തന്നെയാണ്. രാസവളങ്ങളെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സംസ്ഥാനവും പഞ്ചാബ് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ചണ്ഡീഗഡിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ പഞ്ചാബിന്റെ ഹൈക്കോടതി ഇവിടെയാണ് ഉള്ളത്, കാര്യം അതാണല്ലോ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി റോസ് നഗരം എന്നറിയപ്പെടുന്നത് ചണ്ഡീഗഡ് ആണ് കേട്ടോ. പഞ്ചാബിന്റെയും ഹരിയാനയുടെയും പൊതു തലസ്ഥാനമാണ് ഇത് ചണ്ഡീഗഡ് എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയില് ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ SC/ST കാറ്റഗറിയിലുള്ള സംസ്ഥാനം അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പഞ്ചാബാണ് കേട്ടോ. ഓക്കെ, ഇനിയുള്ള ഡീറ്റെയിൽസ് ഏതൊക്കെയാ നമുക്ക് നോക്കാം. പഞ്ചാബ് ഈസ് എ ഫെർട്ടൈൽ സ്റ്റേറ്റ് ഇൻ ഇന്ത്യസ് നോർത്ത് വെസ്റ്റ് നോൺ ആസ് ദ ലാൻഡ് ഓഫ് 5 rivers. നമ്മൾ പറഞ്ഞു അല്ലെ, 5 നദികളുടെ നാട് അല്ലെങ്കിൽ പഞ്ചനദികളുടെ നാട് എന്നാണ് അറിയപ്പെടുന്നത്. ഏതൊക്കെയാണ് നദികളെ, ഏതൊക്കെ നദികളാണെന്നാണ് നമ്മൾ പറഞ്ഞത്? സത്ലജ്, ബീസ്, രവി, ചെനാബ്, ജലം അല്ലെ. സത്ലജ്, രവി, ചിനാബ്, ജലം, ബിയാസൻ തുടങ്ങിയിട്ടുള്ള 5 നദികളുടെ നാടാണ് ഇത് പഞ്ചാബ് അല്ലെ. പിന്നെ എന്താണുള്ളത്? പഞ്ചാബ് ഈസ് എ സിഗ്നിഫിക്കന്റ് അഗ്രികൾച്ചർ ഹബ് റിക്കഗ്നൈസ്ഡ് ആസ് ദ ഗ്രെയിനറി ഓഫ് ഇന്ത്യ. ഗ്രെയിനറി ഓഫ് ഇന്ത്യ എന്നാണ് പഞ്ചാബ് അറിയപ്പെടുന്നത്. അതായത് ഇന്ത്യയുടെ ധാന്യ കലവറ എന്നാണ് അറിയപ്പെടുന്നത്. Recognized as the grainer of India and boasts as rich cultural heritage, and with the Sikkim's most rural site, the Golden Temple located in Amritsar. പിന്നെ ലൊക്കേഷൻ എവിടെയാണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്? സിറ്റുവേറ്റ് ഇൻ ദ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേണിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ബോർഡറിങ് ഏതൊക്കെയാണ്? ജമ്മു കാശ്മീർ വരുന്നുണ്ട്, ഹിമാചൽ പ്രദേശ് വരുന്നുണ്ട്, ഹരിയാന വരുന്നുണ്ട്, രാജസ്ഥാൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ പാകിസ്ഥാനും വരുന്നുണ്ട് അല്ലെ. പിന്നെ
പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ്? ലാൻഡ് ഓഫ് ഫൈവ് റിവേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇറ്റ്സ് നെയിം കംസ് ഫ്രം പേർഷ്യൻ വേർഡ് സ്പാഞ്ച് ആൻഡ് ആബ്. ആബ് എന്ന് പറഞ്ഞാൽ വാട്ടർ എന്നാണ് അർത്ഥം. അങ്ങനെയാണ് പഞ്ചാബ്. അഗ്രികൾച്ചർ. പഞ്ചാബ് ഈസ് നോൺ ഫോർ ഇറ്റ്സ് ഫെർട്ടൈൽ പ്ലെയിൻസ് മേക്കിംഗ് ഇറ്റ്സ് എ ലീഡിംഗ് അഗ്രികൾച്ചർ സ്റ്റേറ്റ് ആൻഡ് നിക്നെയിം ഗ്രെയിനറി ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യയുടെ ധാന്യ കലവറ എന്നാണ് പഞ്ചാബ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യമാണ് രണ്ടാമത്തെ ചോദ്യം. SIB ഈസ് ഇന്ത്യാസ് ഫസ്റ്റ് ഡെവലപ്മെന്റ് ഇമ്പാക്ട് ബോണ്ട് ലോഞ്ച്ഡ് ബൈ വിച്ച് ഓർഗനൈസേഷൻ എന്നുള്ളതാണ് ചോദ്യം. എന്താണ് SIB എന്ന് പറഞ്ഞാൽ? എന്താണെന്ന് അറിയാമോ? SIB സ്കിൽ ഇമ്പാക്ട് ബോണ്ട് ആണ്. സ്കിൽ ഇമ്പാക്ട് ബോണ്ട് ആണ്. അതെന്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ തന്നെ ഡെവലപ്മെന്റ് ഇമ്പാക്ട് ബോണ്ട് ആണ്. ഏത് ഓർഗനൈസേഷൻ ആണ്? അല്ലെങ്കിൽ സ്കിൽ ഇമ്പാക്ട് ബോണ്ട് ഇന്ത്യയുടെ ആദ്യത്തെ വികസന സ്ഥാപനമായിട്ടുള്ള SIB ഏത് ഓർഗനൈസേഷൻ ആണ് ലോഞ്ച് ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം ട്ടോ. ഏത് ഓർഗനൈസേഷൻ ആണ്? The right answer is NSDC. NSDC എന്ന് പറഞ്ഞാൽ എന്താണ്? നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. NSDC കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ is India's first development backbone launched by SIB എന്ന് പറയുന്നത് എന്താണ്? സ്കിൽ ഇമ്പാക്ട് ബോണ്ട് ആണ് കേട്ടോ. സ്കിൽ ഇമ്പാക്ട് ബോണ്ട് ആണ് SIB. നമ്മൾ നേരത്തെ തൊട്ടു മുന്നത്തെ ക്വസ്റ്റ്യനിൽ ISM എന്തായിരുന്നു? ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ ആയിരുന്നു ISM എന്ന് പറയുന്നത് അല്ലെ. CDIL എന്തായിരുന്നു? കോണ്ടിനെന്റൽ ഡിവൈസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് CDIL എന്ന് പറയുന്നത്. അടുത്തത് പിന്നെ ഇപ്പൊ പറഞ്ഞത് SIB ആണ്. SBI അല്ല കേട്ടോ, മാറിപ്പോവരുത്. SIB അത് സ്കിൽ ഇമ്പാക്ട് ബോണ്ട് ആണ്. ഓക്കെ, അപ്പോ അത് ലോഞ്ച് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. NSDC ആണ്. നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ട്രാൻസ്ഫോമിംഗ് ദ സ്കിൽ ലാൻഡ്സ്കേപ്പ്. Okay. മൂന്നാമത്തെ ചോദ്യം. Which city has India proposed to host the 2030 Commonwealth Games? അല്ലെ, which city has India proposed to host the 2030 Commonwealth Games? 2030 കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കാൻ ഇന്ത്യ നിർദ്ദേശിച്ച നഗരം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണത്? അഹമ്മദാബാദ് ആണ് അല്ലെ. അഹമ്മദാബാദ് പ്രപ്പോസ് ഹോസ്റ്റ് ഫോർ കോമൺവെൽത്ത് ഗെയിംസ് 2030 അല്ലെ. ഡീറ്റെയിൽസ് നമുക്ക് പറയാം. അഹമ്മദാബാദിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്? ലാർജസ്റ്റ് സിറ്റി ആണ്, ഇന്ത്യൻ സിറ്റി, ഗുജറാത്തിലാണ് അല്ലെ. ഗുജറാത്തിൽ തന്നെ ഏറ്റവും വലിയ നഗരമാണ് അഹമ്മദാബാദ്. മെയിൻ ആയിട്ട് അവിടെ ഇൻഡസ്ട്രി, ഒരുപാട് IT ഹബ്ബുകൾ ഉള്ള ഒരു സ്ഥലമാണ് അഹമ്മദാബാദ് കേട്ടോ. ഇൻഡസ്ട്രിയൽ, ഫിനാൻഷ്യൽ, കൾച്ചറൽ സെന്റർ, നോൺ ഫോർ ഹിസ്റ്റോറിക് വാലഡ് സിറ്റി, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആൻഡ് മോഡേൺ ആർക്കിടെക്ചർ മാർബിൾസ്. അടിപൊളി സ്ഥലമാണ് അഹമ്മദാബാദ്. ഓക്കെ, ഫൗണ്ടഡ് ഇൻ 1411 ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ സബർമതി റിവർ. എന്തുകൊണ്ടാണ് അടിപൊളി സ്ഥലം എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവിടെയാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് 1 കൊല്ലത്തോളം. അതുകൊണ്ട് തന്നെ നമുക്ക് സേഫ് ആയിട്ട് ഇപ്പൊ രാത്രിയൊക്കെ നടക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ചെങ്കിൽ വർക്ക് കഴിഞ്ഞിട്ട് രാത്രി നമ്മൾ വരികയാണെങ്കിൽ കൂടി നമുക്ക് പേടിക്കാതെ നമ്മുടെ റൂമിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് അഹമ്മദാബാദ്. നമുക്ക് കാര്യം ഇറ്റ്സ് ഡ്രൈ സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ പ്രശ്നങ്ങളും കുറവ് തന്നെയാണ് കേട്ടോ. ഓക്കെ, ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അടിപൊളി സ്ഥലമാണ് അഹമ്മദാബാദ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. അത് എപ്പോഴാണ് കണ്ടുപിടിച്ചത്? ഫൗണ്ടഡ് ഇൻ 1411 on the banks of the Sabarmati river. It is home to the Sabarmati Ashramam, a significant site in India's freedom struggle, and was declared as UNESCO World Heritage City in 2017. 2017 യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സിറ്റിയിൽ പേര് വന്നിട്ടുണ്ട് അല്ലെ, സബർമതി ആശ്രമം. പിന്നെ എന്താണ് കൂടുതൽ? മോസ്റ്റ് പോപ്പുലർ സിറ്റി in Indian state of Gujarat. It is the administrative headquarters of the Ahmedabad district and the seat of the Gujarat High Court. Okay. ഇനി 1970 വരെ ഉണ്ടായിരുന്നു. ഗുജറാത്തിന്റെ തലസ്ഥാനമായിരുന്ന പട്ടണമായിരുന്നു അഹമ്മദാബാദ് എന്ന് പറയുന്നത്. അഹമ്മദാബാദ് മുൻപ് അറിയപ്പെട്ടിരുന്നത് കർണാവതി എന്നുള്ള പേരിലാണ്. സർദാർ പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ്? അത് അഹമ്മദാബാദിൽ തന്നെയാണ് കേട്ടോ. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്? അഹമ്മദാബാദിനെ കുറിച്ചിട്ട് അറിയുന്ന കാര്യങ്ങളൊക്കെ പോരട്ടെ. അഹമ്മദാബാദ് ഗുജറാത്ത് ഹൈക്കോടതിയുടെ ആസ്ഥാനം അഹമ്മദാബാദ് ആണ്. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നു, കിഴക്കിന്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നു, ഡെനിം സിറ്റി ഓഫ് ഇന്ത്യ എന്ന പേരുകൾ അറിയപ്പെടുന്നത് അഹമ്മദാബാദ് ആണ്. ISROയുടെ സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അഹമ്മദാബാദ് ആണ്. ഈ ഏത് നദിയുടെ തീരത്താണ് അഹമ്മദാബാദ് സ്ഥിതി ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞത് സബർമതി തീരത്താണ് അല്ലെ. ഈ ഗാന്ധിനഗർ സ്ഥിതി ചെയ്യുന്നതും സബർമതി തീരത്താണ് കേട്ടോ. ഗാന്ധിജി സ്ഥാപിച്ച സബർമതി ആശ്രമവും എവിടെ തന്നെയാണ്? അഹമ്മദാബാദിൽ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അഹമ്മദാബാദിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം. ഓൺ വിച്ച് റൂട്ട് വിൽ ഇന്ത്യാസ് ഫസ്റ്റ് ഹൈഡ്രജൻ പവർ ട്രെയിൻ ഓപ്പറേറ്റ് എന്നുള്ളതാണ് നാലാമത്തെ ചോദ്യം. എന്താണ് നാലാമത്തെ ചോദ്യം എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധനവുമായി പ്രവർത്തിക്കുന്ന ട്രെയിൻ ഏത് റൂട്ടിലാണ് സർവീസ് നടത്തുന്നത് എന്നുള്ളതാണ്. ഹൈഡ്രജൻ പവർ ട്രെയിൻ ഓപ്പറേറ്റ്
ഏത് റൂട്ടിലാണ് the right answer is എവിടെയാണ് India's first hydrogen powered train അതിന്റെ റൂട്ടാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് മക്കളെ റൈറ്റ് ആൻസർ ഈസ് ജിൻ സോനിപത്ത് ആണ് കേട്ടോ ജിൻ സോനിപത്ത് ഓൺ വിച്ച് റൂട്ട് വിൽ ഇന്ത്യസ് ഫസ്റ്റ് ഹൈഡ്രോജൻ പവർ ട്രെയിൻ ഓപ്പറേറ്റ് ദ റൈറ്റ് ആൻസർ ഈസ് ജിൻ ടു സോനിപത്ത് റൂട്ട് സോ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഇന്ത്യസ് ഫസ്റ്റ് ഹൈഡ്രോജൻ പവർ ട്രെയിൻ വിൽ ഓപ്പറേറ്റ് ഓൺ ദ റൂട്ട് കണക്ടിംഗ് ജിന്ദ് ആൻഡ് സോനിപത്ത് ഹരിയാനയിലാണ് ഈ കണക്ഷൻ വന്നിട്ടുള്ളത് അല്ലെ ദിസ് റൂട്ട് വാസ് ചൂസൺ ഫോർ ഇറ്റ്സ് മാനേജബിൾ ലെങ്ത് ആൻഡ് ബ്രിഡ്നസ് വിത്ത് ലോഞ്ച് പേവിംഗ് ദ വേ ഫോർ ഫ്യൂച്ചർ ഡിപ്ലോയ്മെന്റ്സ് ഓൺ ഹെറിറ്റേജ് ഹിൽ റൂട്ട്സ് അക്രോസ് ദ കൺട്രി റൂട്ട് എന്ന് പറയുന്നത് ജിന്ദ് ടു സോനിപത്ത് ഹരിയാനയാണ് പർപ്പസ് എന്ന് പറയുന്നത് zero emission alternate for non-electrified routes and to support India's national green hydrogen mission. So national green hydrogen mission support ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ് ഇത് ഹൈഡ്രജൻ പവർ ട്രെയിൻ എന്ന് പറയുന്നത് നെറ്റ് സീറോ കാർബൺ എമിഷൻസ് ടാർഗറ്റ് മെയിൻ ആയിട്ട് കാർബണിന്റെ എമിഷൻ സീറോ ആക്കുക എന്നുള്ള ഒരു പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് വന്നൊരു പദ്ധതി അല്ലെ വെഹിക്കിൾ ദ ട്രെയിൻ ഈസ് മോഡിഫൈഡ് ഡീസൽ ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ് DEMU ഒരുപാട് അബ്രിവേഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ DEMU എന്താണ് ഡീസൽ ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ് ഫിറ്റ് വിത്ത് ഹൈഡ്രജൻ ഫ്യൂൽ സെൽസ് project. The project includes modifying the train, developing refueling infrastructure and creating hydrogen powered tower cars for maintenance. അപ്പോൾ ഈ പലതരത്തിലുള്ള ഡെവലപ്മെന്റ്സ് ആയിരിക്കും വരാനായിട്ട് പോകുന്നത് റൈറ്റ് അല്ലെ അടുത്ത ചോദ്യം അല്ല ഹരിയാനയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ഹരിയാന എന്താണ് സ്ഥാപിതമായത് 1966 നവംബർ 1 അവിടുത്തെ പ്രധാന ഭാഷകൾ ഏതൊക്കെയാണെന്ന് അറിയാമോ ഒന്ന് ഹിന്ദിയാണ് പിന്നെ ഒരെണ്ണം പഞ്ചാബിയാണ് ഓക്കെ ഹരിയാനയിലെ കേട്ടോ പ്രധാന ആഘോഷങ്ങൾ ലോഹിരി വൈശാഖി എന്നുള്ളതൊക്കെയാണ് അവിടുത്തെ പ്രധാന നദി ഗർഗാറാണ് തലസ്ഥാനം ചണ്ഡീഗഡ് ആണ് ഇന്ത്യയുടെ പാൽത്തൊട്ടി അല്ലെങ്കിൽ ദൈവത്തിന്റെ വാസസ്ഥലം എന്ന വിശേഷങ്ങൾ അറിയപ്പെടുന്ന ഹരിയാനയാണ് ദൈവത്തിന്റെ വാസസ്ഥലം എന്നത് ഹരിയാനയാണെന്ന് നമ്മൾ പറഞ്ഞു ദേവഭൂമി ഏതാണെന്ന് ഉത്തരാഖണ്ഡാണ് കേട്ടോ രണ്ടും മാറിപ്പോകരുത് ദൈവത്തിന്റെ വാസസ്ഥലം അല്ലെങ്കിൽ ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നൊക്കെ അറിയപ്പെടുന്നത് ഹരിയാനയാണ് എന്നാൽ ദേവഭൂമി എന്നറിയപ്പെടുന്ന ഉത്തരാഖണ്ഡാണ് അത് നമ്മൾ വരുന്നുണ്ട് ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട് അപ്പൊ പറയാം ഏറ്റവും കുറവ് വനപ്രദേശം ഉള്ള ഒരു ഇന്ത്യൻ സംസ്ഥാനം അത് ഹരിയാനയാണ് പിന്നെ അതുകൊണ്ട് തന്നെ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കുറഞ്ഞ വനവിസ്തൃതി ഉള്ളത് ഹരിയാനയിലാണ് പിന്നെന്താണ് പറയാനുള്ളത് ഹരിയാനയെ കുറിച്ചിട്ട് നാഷണൽ ഡയറി റിസർവ് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലാണ് അതുപോലെ നമ്മൾ പറഞ്ഞു ഓൾറെഡി എന്താണ് അവിടെ വനപ്രദേശം കുറവാണ് അതുപോലെ തന്നെ പോപ്പുലേഷനും അവിടെ കുറവ് തന്നെയാണ് കേട്ടോ ഹരിയാനയില് എല്ലാ ഗ്രാമങ്ങളും പൂർണ്ണമായിട്ടും ഇലക്ട്രിഫൈഡ് വൈദ്യുതീകരിച്ച ആദ്യ സംസ്ഥാനം അത് ഹരിയാനയാണ് ലിഫ്റ്റ് ഇറിഗേഷൻ നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം അത് ഹരിയാനയാണ് പിന്നെ എല്ലാ വോട്ടർമാർക്കും തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്ത ആദ്യ സംസ്ഥാനം അത് ഹരിയാനയാണ് മുഴുവൻ വോട്ടർ പട്ടികയും കമ്പ്യൂട്ടർവൽക്കരിച്ച ആദ്യ സംസ്ഥാനം അത് ഹരിയാനയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് മൊബൈൽ കോടതി നിലവിലുന്നത് ഹരിയാനയിലാണ് VAT ഇന്ത്യയിൽ ആദ്യമായിട്ട് VAT നടപ്പിലാക്കിയ സംസ്ഥാനം അത് ഹരിയാനയാണ് 2003 കേട്ടോ മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഹരിയാനയാണ് അപ്പോൾ ഇലക്ട്രിക്കൽ പരമായിട്ടും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പരമായിട്ടും ഡിജിറ്റലി ആദ്യം ഡെവലപ്പ് ആയിട്ടുള്ള ഒരു സംസ്ഥാനം അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹരിയാനയാണ് അല്ലെ ഏറ്റവും കൂടുതൽ ട്രാക്ടർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം അത് ഹരിയാനയാണ് കേട്ടോ ഓക്കെ അടുത്ത ചോദ്യം അഞ്ചാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ AI പവേർഡ് AI എന്ന് പറഞ്ഞാൽ അറിയാലോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇതിന് പറഞ്ഞു തരേണ്ട കാര്യമൊന്നും ഇല്ല അല്ലെ ഇപ്പൊ എല്ലാവരും AI-യിലാണ് ജെമിനിയിലാണ് ഓക്കെ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ AI പവേർഡ് ടൂൾ ലോഞ്ച്ഡ് ബൈ ദ ഗവൺമെന്റ് സർക്കാർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു ടൂൾ അത് ഏതാണെന്നുള്ളതാണ് ചോദ്യം അല്ലെ സ്ട്രക്ചർ മീൻസ് ഫോർ ഗ്രാമസഭ മീറ്റിംഗ്സ് ഗ്രാമസഭാ യോഗങ്ങളുടെ ഘടനാപരമായിട്ടുള്ള മീൻസ് സൃഷ്ടിക്കുന്നതിനായിട്ട് സർക്കാർ ആരംഭിച്ച AI പവേർഡ് ടൂളിന്റെ പേര് എന്താണ് എന്നുള്ളതാണ് ചോദ്യം എന്താണ് AI പവേർഡ് ടൂളിന്റെ പേര് സഭാസാർ എന്നുള്ളതാണ് കേട്ടോ ഫോർ സെമറൈസേഷൻ ഓഫ് സഭ മിനിറ്റ്സ് ഓക്കെ അപ്പോ ഗ്രാമസഭാ യോഗങ്ങളുടെ മിനിറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു AI ടൂൾ ആണ് സഭാസാർ AI ടൂൾ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ചോദ്യം PMVBRY stands for what does PMVBRY stands for എന്നുള്ളതാണ് ചോദ്യം എന്താണ് 2025 ഇതിനെ കുറിച്ച് പറയുമ്പോൾ 2025 ഓഗസ്റ്റ് 15
PMVBRI പദ്ധതി ആരംഭിക്കുന്നത്? 2025 ഓഗസ്റ്റ് 15. 2025 ഓഗസ്റ്റ് 15. അപ്പൊ ആദ്യമായിട്ട് ജോലി ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ തൊഴിലുടമകൾക്കും സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ നൽകിക്കൊണ്ട് ഔപചാരിക തൊഴിൽ വർദ്ധിപ്പിക്കുക എന്നാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്താണ് ലക്ഷ്യം? അതായത് ഇപ്പോ തുടക്കം ജോലി ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെ തൊഴിലുടമകൾക്കും സാമ്പത്തികമായിട്ട് പ്രോത്സാഹനങ്ങൾ നൽകുക എന്നുള്ള ഒരു പദ്ധതിയാണ് PMVBRI. അതിന്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ആൻസർ ഈസ് PM എന്ന് പറഞ്ഞാൽ അറിയാലോ, പ്രധാനമന്ത്രി ആയിരിക്കും. V എന്ന് പറയുന്നത് വികസിത്, B is for ഭാരത് റോസ്ഗാർ യോജന എന്നുള്ളതാണ് PMVBRYയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് കേട്ടോ. ഏഴാമത്തെ ചോദ്യം ഇതാണ്. റീസെന്റ് ഇൻ എ സഡൻ ലാൻഡ് സ്ലൈഡ് അറ്റ് ദ അണ്ടർ കൺസ്ട്രക്ഷൻ വിഷ്ണുഘാട്ട് പിപൽകോട്ടി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് ഇൻ ഹെലാങ് ചമോലി 12 വർക്കേഴ്സ് ഗോട്ട് ഇഞ്ചുർഡ് വിത്ത് 4 critically hurt. ഇൻ വിച്ച് സ്റ്റേറ്റ് ഈസ് ലൊക്കേറ്റഡ്? അല്ലെ, ഏത് സംസ്ഥാനത്താണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡിലാണ്. അല്ലെ, ഉത്തരാഖണ്ഡിൽ ഇതിൽ 8 എന്നാണ് 12 വർക്കേഴ്സിനാണ് ഗോട്ട് ഇഞ്ചുർഡ്. ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുകയുണ്ടായി, അതിൽ 12 പേർക്ക് ഇഞ്ചുറീസ് പറ്റി, 4 പേര് ക്രിട്ടിക്കലി ഹേർട്ട് ആണ്. ഇത് ഏത് സ്റ്റേറ്റിലാണ്? ഉത്തരാഖണ്ഡിലാണ് കേട്ടോ. ഉത്തരാഖണ്ഡ് നമ്മളിപ്പോ പറഞ്ഞുള്ളൂ, ദേവഭൂമി എന്ന് നമ്മളിപ്പോ പറഞ്ഞുള്ളൂ. ഉത്തരാഖണ്ഡിനെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാനുണ്ട്. എന്താണ് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത്? ഒരു മൗണ്ടൈനിയൻ സ്റ്റേറ്റ് ആണ്. അപ്പൊ അവിടെ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായി തന്നെ നമുക്ക് അറിയാം അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് അല്ലെ. നോർത്തേൺ ഇന്ത്യ നോൺസ് ദേവഭൂമി, ലാൻഡ് ഓഫ് ഗോഡ്, ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നു. ഡ്യൂ ടു ഇറ്റ്സ് മെനി സേക്രഡ് ഹിന്ദു പിൽഗ്രിമേജ് സൈറ്റ്സ് ഇൻക്ലൂഡിംഗ് ഗംഗോത്രി, യമുനോത്രി, കേദർനാഥ്, ബദ്രിനാഥ് ഒക്കെ എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് അല്ലെ. ദ സ്റ്റേറ്റ്സ് ക്യാപിറ്റൽ ഡെറാഡൂൺ ആണ്, വിത്ത് നൈനിറ്റാൽ ആസ് ദ ജുഡീഷ്യൽ ക്യാപിറ്റൽ ആൻഡ് divided into 2 regions, ഗർവാൾ ആൻഡ് കുമാവൂൺ എന്നുള്ള 2 regions ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. Origin of the Ganges and the Yamuna rivers. It features diverse ecosystems including the Himalayas, dense forest and famous wildlife reserve like Jim Corbett National Park എവിടെ തന്നെയാണ്? ഉത്തരാഖണ്ഡിൽ തന്നെയാണ്. രാജസ്ഥാൻ ഏതാ പറഞ്ഞ? ഡെറാഡൂൺ ആണ് പറഞ്ഞത്. രൂപീകൃതമായത് 2000 നവംബർ 9 കേട്ടോ. പ്രധാന നൃത്തരൂപം കുമയോൺ ആണ്. ഇന്ത്യയുടെ 27ാമത്തെ സംസ്ഥാനമാണ് ഇത് ഉത്തരാഖണ്ഡ്. ദേവഭൂമി എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് അല്ലെ. പിന്നെ എന്തൊക്കെയാണ് ഉത്തരാഖണ്ഡിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാനുള്ളത്? ഇതാ കണ്ടില്ലേ, ഹോം ഓഫ് ഓൾഡസ്റ്റ് നാഷണൽ പാർക്ക് ഇൻ ഇന്ത്യ, അതുപോലെ തന്നെ ഹോം ഓഫ് സെക്കൻഡ് ഹയസ്റ്റ് മൗണ്ടൻ ഇൻ ഇന്ത്യ, ഹോം ഓഫ് ഹയസ്റ്റ് ശിവ ടെമ്പിൾ ഇൻ ദ വേൾഡ്, ഓക്കെ, ഹോം ഓഫ് ഫസ്റ്റ് പരംവീർ ചക്ര വിന്നർ, ഹോം ഓഫ് ഹയസ്റ്റ് ഡാം ഇൻ ഇന്ത്യ, ദ ഓൺലി സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ടു ഹാവ് സാൻസ്ക്രിറ്റ് ആസ് ഒഫീഷ്യൽ ലാംഗ്വേജ്. സാൻസ്ക്രിറ്റ് ആണ് അവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ദേവഭൂമി എന്നറിയപ്പെടുന്ന സംസ്ഥാനം എന്ന് പറഞ്ഞു. ഈ ഉത്തർപ്രദേശിൽ നിന്ന് വിഭജിക്കപ്പെട്ടത് കൊണ്ടാണ് ഇത് ഉത്തരാഖണ്ഡ് എന്നൊരു പേര് വരാനുള്ള കാരണം അല്ലെ. ആദ്യം അത് ഉത്തരാഞ്ചൽ എന്നുള്ളൊരു പേരായിരുന്നു കേട്ടോ. ഉത്തരാഞ്ചൽ ഉത്തരാഖണ്ഡായിട്ട് മാറിയത് 2007 കേട്ടോ. മണി ഓർഡർ സമ്പദ് വ്യവസ്ഥ എന്നറിയപ്പെടുന്ന സമ്പദ് വ്യവസ്ഥയുള്ള സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. പൂക്കളുടെ താഴ്വര സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഈ പൂക്കളുടെ താഴ്വര അവിടെ ഉണ്ട് എന്ന് കണ്ടുപിടിച്ചത് ആരാണ്? അങ്ങനെ കണ്ടുപിടിക്കാതെ നമുക്കത് അറിയാൻ പറ്റില്ലല്ലോ. ഫ്രാൻസ് സ്മിത്ത് ആണ് കേട്ടോ, പറഞ്ഞു എന്ന് മാത്രം. ഉത്തരാഖണ്ഡ് ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് നൈനിറ്റാലിലാണ്. സ്കൂൾ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് അറിയാം? ഡെറാഡൂൺ ആണ്. എല്ലാം കൂടി പറഞ്ഞ് ആകെ അവിയില് പരിവാക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ ജസ്റ്റ് എനിക്കറിയാം നിങ്ങൾ കേട്ട് പഠിക്കുന്നവരുണ്ട്, എഴുതി പഠിക്കുന്നവരുണ്ട്. അപ്പോൾ കേട്ട് പഠിക്കുന്നവർക്ക് വേണ്ടി ഞാനാണ് ഈ റിപ്പീറ്റ് ചെയ്തിട്ട് പറയുന്നത് കേട്ടോ. ഉത്തരാഖണ്ഡിലെ പ്രധാന സുഖവാസ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? ഡെറാഡൂൺ, നൈനിറ്റാൽ, അൽമോറ ഒക്കെയാണ് കേട്ടോ. ഇന്ത്യയുടെ തടാക ജില്ല എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് അറിയാം? നൈനിറ്റാൽ ആണ്. ഓക്കെ, അവിടുത്തെ നമ്മൾ പറഞ്ഞു ദേവഭൂമി എന്നാണ് അറിയപ്പെടുന്നതെന്ന് പറഞ്ഞല്ലേ. അതായത് ഉത്തരാഖണ്ഡിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങൾ ഹരിദ്വാർ, ഋഷികേശ്, ബദ്രിനാഥ്, കേദർനാഥ്, ഗംഗോത്രി, യമുനോത്രിയൊക്കെ ഉത്തരാഖണ്ഡിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. ഓക്കെ, അടുത്ത ചോദ്യമാണ് 8ാമത്തെ ചോദ്യം. നോട്ടറി പോർട്ടൽ വാസ് ലോഞ്ച്ഡ് ബൈ വിച്ച് മിനിസ്ട്രി? ഏത് മിനിസ്ട്രിയാണ് നോട്ടറി പോർട്ടൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അത് ഏത് മിനിസ്ട്രി തന്നെയായിരിക്കും? നോട്ടറി എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ്സ് റിലേറ്റഡ് ടു ലോ ആൻഡ് ജസ്റ്റിസ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്. ഓക്കെ, അടുത്ത ചോദ്യം. യശോദ AI ലിറ്ററസി പ്രോഗ്രാം ഈസ് ആൻ ഇനിഷ്യേറ്റീവ് ഓഫ് വിച്ച് ഓർഗനൈസേഷൻ? യശോദ AI ലിറ്ററസി പ്രോഗ്രാം ആണ് അല്ലെ. ലിറ്ററസി പ്രോഗ്രാം ഏത് യശോദ AI ലിറ്ററസി പ്രോഗ്രാം ആണ്. അത് ഏത് ഓർഗനൈസേഷൻ എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ, NCW എന്ന് വരാട്ടോ. NCW എന്ന് പറയുമ്പോൾ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ എന്നുള്ളതാണ്. അവസാനത്തെ ചോദ്യം 10ാമത്തെ ചോദ്യം. വിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാസ് ലോഞ്ച്ഡ് ഇന്ത്യസ് ഫസ്റ്റ് ഡ്രോൺ ബേസ്ഡ് ആർട്ടിഫിഷ്യൽ റെയിൻ ട്രയൽ എന്നുള്ളതാണ് ചോദ്യം. ദ ഫസ്റ്റ് ഗവൺമെന്റ് ഹാസ് ലോഞ്ച്ഡ് ദ ഫസ്റ്റ് ഡ്രോൺ ബേസ്ഡ് ആർട്ടിഫിഷ്യൽ റെയിൻ ട്രയൽ നടത്തിയത് ഏതാണ്? ദ റൈറ്റ് ആൻസർ ഈസ് രാജസ്ഥാൻ. രാജസ്ഥാനാണ് ദ
first state government has launched India's first drone-based artificial rain trial. രാജസ്ഥാനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്? is India's largest state ആണ്. land of kings, രാജാക്കന്മാരുടെ നാട് എന്നാണ് അറിയപ്പെടുന്നത്. ക്യാപിറ്റൽ ജയ്പൂർ ആണ്. പിങ്ക് സിറ്റി എന്ന് അറിയപ്പെടുന്നുണ്ട്. ഒരുപാട് ടെക്സ്റ്റൈൽസും ഹാൻഡിക്രാഫ്റ്റ്സും ഫെസ്റ്റിവൽസ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് ജയ്പൂരൊക്കെ അവിടുത്തെ. അതുപോലെ തന്നെ എന്താണ് പീപ്പിൾ അവിടെ മെയിൻ ആയിട്ട് ഏത് ഭാഷയാണ്? ഹിന്ദിയും രാജസ്ഥാനിയുമാണ് കൂടുതലായിട്ടും ആൾക്കാരവിടെ സംസാരിക്കുന്നത് അല്ലെ. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് രാജസ്ഥാനെ കുറിച്ച് പറയാനുള്ളത്? ഏറ്റവും വലിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ എന്നറിയാം. ഏറ്റവും വലിയ സംസ്ഥാനമായി മാറിയ വർഷം അത് 2000-ലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായിട്ട് രാജസ്ഥാൻ മാറിയത് അല്ലെ. പ്രധാന ഭാഷ എന്ന് പറഞ്ഞു രാജസ്ഥാനിയും ഹിന്ദിയുമാണ് അവിടുത്തെ പ്രധാന ഭാഷകൾ എന്ന് പറയുന്നത്. ഓക്കെ, രൂപീകൃതമായത് 1956 നവംബർ 1 തന്നെയാണ്. അപ്പോൾ നമ്മൾ ഏതാണ് സെപ്റ്റംബർ മാസത്തിലെ 3-ാമത്തെ ആഴ്ചയിലെ കാര്യങ്ങളാണ് പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും എടുത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.